നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 2023-24 വർഷങ്ങളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ നോക്കി വരികയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 2023 നടന്ന 18ാമത് G20 ഉച്ചകോടിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. കഴിഞ്ഞ പല PSC പരീക്ഷകൾക്കും ഇതിനെക്കുറിച്ച് ചോദ്യവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനായുള്ള പ്രധാന വേദി ഏത്? ഉത്തരം G20 ആണ്. രൂപം കൊണ്ടത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 1999 സെപ്റ്റംബർ 26-ാം തീയതിയാണ്. G20ക്ക് ആദ്യമായി വേദിയായത് വാഷിങ്ടൺ ആണ്. 2008-ലാണ് വാഷിങ്ടൺ G20ക്ക് വേദിയായത്. G20 അംഗങ്ങളുടെ എണ്ണം 20 ആയിരുന്നു. എന്നാൽ നിലവിൽ അത് 21 അതുകൊണ്ട് തന്നെ ഇനി മുതൽ G20 അറിയപ്പെടാൻ പോകുന്നത് G21 എന്നാണ്. 2023 G20യിൽ സ്ഥിരാംഗമായ അന്താരാഷ്ട്ര സംഘടന ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ആഫ്രിക്കൻ യൂണിയൻ ആണ്. 2023 G20യിൽ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുത്ത പ്രധാനപ്പെട്ട ചില അന്താരാഷ്ട്ര സംഘടനകളുണ്ട്. അവരുടെ പേരാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവരാണ് UN, IMF, ലോകബാങ്ക്, ലോകാരോഗ്യ സംഘടന, ലോക വ്യാപാര സംഘടന, അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന, ആസിയാൻ, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് തുടങ്ങി ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ അന്താരാഷ്ട്ര സംഘടനകളും 2023 G20യിൽ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. 2023 G20 ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ഉത്തരം ഇന്ത്യയാണ്. 2023 G20യുടെ പ്രധാന വേദിയായ ഭാരത് മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഡൽഹി. പ്രധാന വേദിക്ക് സമീപം ലോകത്തിലെ ഏറ്റവും വലിയ നടരാജ പ്രതിമ സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ ഉയരം എത്രയെന്ന് ചോദിച്ചാൽ ഉത്തരം 28 അടിയാണ്. അതിൻ്റെ ശില്പി രാധാകൃഷ്ണ സ്ഥാപതി. പങ്കെടുത്ത UN സെക്രട്ടറി ജനറലിൻ്റെ പേരാണ് അന്റോണിയോ ഗുട്ടാറസ്. 2023 G20 ലോഗോ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ താമരയിൽ ഭൂമിയെ സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു ലോഗോയാണ്. പ്രമേയം എന്തായിരുന്നു? വസുദൈവ കുടുംബകമാണ്. ഈ പ്രമേയം കടമെടുത്തിരിക്കുന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മഹാഉപനിഷത്താണ്. ലോഗോയും പ്രമേയവും ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ്. 2022 G20 ഉച്ചകോടിക്ക് വേദിയായത് ഏത് നഗരമാണെന്ന് ചോദിച്ചാൽ ഉത്തരം ബാലിയാണ്. ബാലി ഇന്തോനേഷ്യയിലാണ്. G20 ഇന്ത്യയുടെ ഷെർപ്പ അഥവാ പ്രതിനിധി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അമിതാഭ് കാന്താണ്. 2023 G20യിലെ ആദ്യ പ്രതിനിധി സമ്മേളനത്തിന് വേദിയായത് ഉദയ്പൂരാണ്. 2023 G20യിലെ പ്രതിനിധി സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ പ്രദേശമാണ് കുമരകം. 2ാം പ്രതിനിധി സമ്മേളനത്തിനാണ് കുമരകം വേദിയായത്. G20 2023 ആദ്യ സെഷന് നൽകിയിരുന്ന പേരാണ് ഒരു ഭൂമി. കൂട്ടുകാരെ, നമ്മുടെ ഈ ക്ലാസ്സുകൾ എല്ലാം തന്നെ നമ്മൾ റിവൈസ് ചെയ്തു പോകുന്നത് ടെലിഗ്രാമിലെ CA പോയിൻ്റർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വഴിയാണ്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് അവിടെ ക്വിസും നമ്മുടെ ഈ ക്ലാസ്സുകളുടെ എല്ലാം PDF-ഉം നോട്ട് രൂപത്തിൽ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലിഗ്രാമിൽ CA പോയിൻ്റർ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ലോഗോയിൽ ഒരു ഗ്രൂപ്പും പിന്നെ CA സോൺ എന്നൊരു ചാനലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ടുകളും ഇതിൻ്റെ റിവിഷൻ ക്ലാസ്സുകളും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെലിഗ്രാമിൽ CA പോയിൻ്റർ എന്ന് സെർച്ച് ചെയ്ത് ആ ഗ്രൂപ്പിലും ചാനലിലും ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കൂടുതൽ നല്ലവണ്ണം പഠിക്കാനും ഈ നോട്ടുകളൊക്കെ ഒന്ന് നോക്കി PDF രൂപേണ നോക്കി പഠിക്കാനായിട്ടൊക്കെയുള്ളൊരു സാധ്യത തുറന്നു കിട്ടുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അതിലൊന്ന് ജോയിൻ ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി പഠിക്കാം.
2023 സമ്മേളനം G20 സമ്മേളനം ഊന്നൽ നൽകിയ പ്രധാനപ്പെട്ട 4 മേഖലകളാണ് പറയുന്നത്. ബഹുരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വികസ്വര രാജ്യങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ കടം ലഭിക്കാൻ അവസരമൊരുക്കുക ഒന്നാമത്തെ മേഖലയാണ്. ഊന്നൽ നൽകിയ ഒന്നാമത്തെ മേഖല. രണ്ടാമത്തെ മേഖല രാജ്യാന്തര കടമെടുപ്പ് സംവിധാനത്തിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരിക. 3. ക്രിപ്റ്റോ കറൻസികൾ നിയന്ത്രിക്കാൻ സംവിധാനം ഒരുക്കുക. 4. യുദ്ധവും മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന പക്ഷം ഭക്ഷ്യധാന്യങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ലഭ്യതയെ സാരമായിട്ട് ബാധിക്കാതിരിക്കാനായിട്ട് വേണ്ട വഴികൾ ആലോചിക്കുക എന്നിങ്ങനെയാണ് 2023 G20 പ്രധാനമായിട്ടും അവർ ലക്ഷ്യം വെച്ചിരുന്ന 4 മേഖലകളെന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ്, സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗവുമാണ്. അതുപോലെ തന്നെ 2023 G20 ഉച്ചകോടിയിൽ 5 കാര്യങ്ങളിലാണ് ഇവർ ഊന്നൽ നൽകിയത്. ആ 5 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 5 കാര്യങ്ങളിന്മേലുള്ള പ്രഖ്യാപനമാണ് G20 2023 സമ്മേളനത്തിന് ശേഷം നടന്നത്. ആ 5 കാര്യങ്ങളും കൂടി നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. 1. സുസ്ഥിര വികസനവും സമഗ്രവും സന്തുലിതവുമായ വളർച്ച. 2. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പുരോഗതി വിലയിരുത്തുക. 3. സുസ്ഥിര ഭാവിക്കായുള്ള ഹരിത വികസന ഉടമ്പടി ഉണ്ടാക്കുക. 4. 21ാം നൂറ്റാണ്ടിലെ ബഹുമുഖ സ്ഥാപനങ്ങൾ ഏതൊക്കെ എന്ന് കണ്ടെത്തുക, ആ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിക്കുക. 5. ബഹുമുഖവാദത്തെ പുനരുജ്ജീവിപ്പിക്കുക. അങ്ങനെ പ്രധാനപ്പെട്ട 5 പ്രഖ്യാപനങ്ങളാണ് G20 2023 സമ്മേളനത്തിന് ശേഷം നടന്നത്. 2024 G20 വേദി എന്ന് പറയുന്നത് ബ്രസീലാണ്. 2024 G20 മുദ്രാവാക്യമാണ് നീതിപൂർവമായ ലോകവും സുസ്ഥിര ഭാവിയും എന്നുള്ളത്. G20 മുൻവർഷ വേദി, നിലവിലെ വേദി, വരാനിരിക്കുന്ന വേദി എന്നിവ ചേർന്ന് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കും. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് G20 ട്രോയിക്ക എന്ന് പറയുന്നത്. അപ്പോൾ 2023 G20 ട്രോയിക്കയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ എന്നിവ. 2024 G20 ട്രോയിക്കയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവ. അപ്പോൾ 2025 വേദി ഏതെന്നും കൂടി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ലഭിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയാണ് 2025 G20 വേദി എന്ന് പറയുന്നത്. G20 2023 ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് 2026 G20 അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ സന്നദ്ധത അറിയിച്ച രാജ്യം ഏതെന്നാണ് ഉത്തരം. അമേരിക്കയാണ്. അപ്പോൾ കൂട്ടുകാരെ, G20 എന്ന് പറയുന്നത് ചോദ്യം തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഈ 2024 നടന്ന പ്രധാനപ്പെട്ട പല പരീക്ഷകൾക്കും G20 ബന്ധപ്പെട്ട് ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയും നിങ്ങൾ വേണ്ട താല്പര്യത്തോടുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നോട്ട് എഴുതി വെച്ച് പഠിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ടെലിഗ്രാമിലെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് ഇതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ഈ ചാനലിൽ നിന്നുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.